നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുറത്ത് കിടക്കാൻ വേറെ വാതിലുണ്ടെന്ന് നോക്കിയേ പറ്റൂ. സഞ്ജന വന്ന് തീർന്നു. രക്ഷപ്പെട്ടേ പറ്റൂ. ദക്ഷയുടെ കൈപ്പെട്ട എനിക്ക് എന്ത് പറ്റിയെന്ന് പോലും ആരും അറിയില്ല. അതെ, റൂമൊക്കെ നന്നായിട്ട് പരിശോധിച്ച് ഏതെങ്കിലും ജനൽ കർട്ടന്റെ മറപറ്റിയോ കട്ടിലടിയിലും ഒക്കെ നോക്കി അവൾ എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടോ എന്ന് നോക്കണം. അതെ, കൈ കെട്ടിയാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അങ്ങ് തീർത്തേക്കണം. നമ്പിച്ച എന്തോ ശബ്ദം കിട്ടും, ഞാനൊന്ന് നോക്കട്ടെ. ആ പെണ്ണ് ഈ വീടിനുള്ളിൽ തന്നെ ഉണ്ട്. എന്റെ വീടിനുള്ളിൽ വന്ന് കയറിയവൾ ജീവനോടെ പോകരുത്. അവളെ എനിക്ക് കൊത്തി നുറുക്കണം. ഇത് സഞ്ജനയുടെ റൂമാണെന്ന് തോന്നുന്നു. ഈ സഞ്ജന ഇപ്പൊ ബാത്റൂമിൽ നിന്ന് ഇറങ്ങും. അവളോട് എന്ത് പറയും? സഞ്ജന മോളെ, നീ വാതില് തുറക്ക്. സഞ്ജന, ഈ പെണ്ണിത് എന്ത് ചെയ്യ? സഞ്ജന മോളെ, വരുന്നു മമ്മി. റൂം ഞാൻ എപ്പോഴാ ലോക്ക് ചെയ്തത്? നീ വാതിൽ തുറക്കുന്നുണ്ടോ? മോള് കുളിക്കായിരുന്നോ? ആ അതെ. എന്താ മമ്മി? മമ്മിയുടെ മുഖം ചുവന്നിരിക്കുന്നല്ലോ. ആരോ നമ്മുടെ വീട്ടിൽ കേറിയോന്നൊരു സംശയം. ഇവിടെ ആര് കടക്കാനാ? എന്റെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ വന്നിരുന്നില്ലല്ലോ. അതല്ല, ഞാൻ വന്നതിന് പിന്നാലെ. മമ്മി ആളെ കണ്ടോ? കണ്ടില്ല. ഹോളിലിരുന്ന ചില സാധനങ്ങളൊക്കെ താഴെ തട്ടി വീണിട്ടുണ്ട്. ഓ, അത് നമ്മുടെ കേണിപ്പൂച്ചയുടെ കുസൃതിയാ. അത് പൂച്ച തട്ടി മറിച്ചതൊന്നുമല്ല, ആരോ നമ്മുടെ വീട്ടിൽ കടന്നിട്ടുണ്ട്. എന്റെ മമ്മി, അതിനല്ലേ CCTV ക്യാമറ വെച്ചിരിക്കുന്നത്. മമ്മി അതിന്റെ ഫുട്ടേജ് നോക്ക്. ആര് വന്നാലും അതിൽ തെളിഞ്ഞിട്ടുണ്ടാവും. അത് ശരിയാണല്ലോ. എന്നാ ഞാൻ പോയി അത് നോക്കിയിട്ട് വരാം. മോള് വാതിലടച്ച് കുറ്റിയിട്ടോ. നാട്ടില് വന്നിട്ടും മമ്മിയുടെ ടെൻഷന് ഒരു കുറവുമില്ല. ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുകയാണെന്നോ? എന്തെത്ര വൈകിയത്? സ്കാനിംഗ് റിപ്പോർട്ടിനാ ലേറ്റ് ആയത്. പിന്നെ പുറത്തുപോയ അച്ഛനും മോളും നേരെ വീട്ടിലേക്ക് വരില്ലല്ലോ.
ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിർത്തിയതിന് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, അമ്മു ക്ഷേത്രത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ മുത്തശ്ശി? അവൾക്ക് എന്തൊക്കെയോ പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ ഉണ്ട്. നീ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? വൈകിപ്പോ ഞാൻ അങ്കിളിനെ വിളിച്ചതാ. ഐസ്ക്രീം പാർലറിൽ വെച്ചാ കണ്ടത്. സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്ത് പറയുന്നു? ഇംപ്രൂവ്മെന്റ് കണ്ടു തുടങ്ങിയില്ലേ വല്യേച്ചി? ആ, കുറച്ച് ഭേദമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കേട്ടാ മതി. ഇനി കൂടുതൽ കാലം എന്റെ കുട്ടിക്ക് ഈ ഇരിപ്പ് ഇരിക്കേണ്ടി വരില്ല. അല്ല, മെഡിക്കൽ റിപ്പോർട്ട്സ് സ്റ്റേറ്റ്സിലേക്ക് അയക്കുന്നില്ലേ പ്രഭട്ട? ആ, ഉടനെ അയക്കുന്നുണ്ടത്. അച്ഛനെവിടെ? ക്ഷേത്ര കമ്മിറ്റിക്കാര് വന്ന് വിളിച്ചോണ്ട് പോയതാ. ആരാന്ന് പോയി നോക്കട്ടെ രാജു. ആരാ? എന്ത് വേണം? ആരാ? ക്ഷമിക്കണം, വാതിൽ തുറന്നു നടന്നപ്പോ അകത്തേക്ക് കയറിയതാ. ഇതല്ലേ മംഗലശ്ശേരി? അതെ, ആരാന്ന് മനസ്സിലായില്ല. എന്റെ പേര് സഞ്ജയ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അറിയില്ല. ഇവിടെ ലച്ചു എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയില്ലേ? ഇത്ര പെട്ടെന്ന് കിച്ചണെത്തിയോ? ഇവനെന്താ വിളിച്ചു പറയാതെ? അല്ല, അമ്മുവിന്റെ ആര്? ഓ, ഇവിടെയുള്ളത് അമ്മു ആണല്ലോ. അവളെ ഒന്ന് വിളിക്കോ? ഇയാൾ ആരാ? വളച്ചേടാത്ത കാര്യം പറ. ലച്ചു ഒരു ആപത്തിപ്പെട്ടപ്പോ അവളെ അതിൽ നിന്ന് രക്ഷിച്ചത് ഞാനാ. ഇതിലെന്തോ വശപ്പശ കൊണ്ടല്ലോ. അതൊരു താലികെട്ടെന്നൊക്കെ പറയാം. നിങ്ങളാണോ അമ്മുവിന്റെ ഭർത്താവ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.